ഹായ് കിച്ചൺ, എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു കടല മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഇതിന് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കടല മസാല എന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. സാധാരണ ചപ്പാത്തിയുടെ ഗ്രേവിയൊക്കെയാണ് കൂടുതൽ മാച്ച് ആവുക, പക്ഷേ ഗ്രേവി ഇല്ലാത്ത വളരെ ചുരുക്കം കറികളാണ് ഏറ്റവും ടേസ്റ്റിൽ ചപ്പാത്തിയിലൂടെയൊക്കെ പോവുക. അതുപോലൊരു കറിയാണിത്. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. ഈവൻ ചോറിൻ്റെ കൂടെയും വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം 1/4 ടീസ്പൂൺ കടുകിടാം. ആ കടുക് പൊട്ടിത്തുടങ്ങുമ്പം 6 or 7 ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് 3 or 4 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എറിഞ്ഞത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്യൂ സെക്കൻഡ്സ് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വലിയ സവോളയുടെ അരഭാഗമാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അത് നേരിയതാക്കി അല്ലെങ്കിൽ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തത് അത് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതൊരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം വളരെ ലോയിലാക്കിയിട്ടിട്ട് ഏകദേശം ഞാനിവിടെ 1.5 ടീസ്പൂൺ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടിയാണ്. സോ അത് ചേർക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പും ആവശ്യം പോലെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം മുഴുവനോട് ചേർക്കാം. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ റോ സ്മെല്ല് വിട്ടുമാറുന്നവരെ സോട്ട് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് റോ സ്മെൽ വിട്ടുമാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഒരു പോർഷൻ തക്കാളി, ഒരു മീഡിയം തക്കാളിയുടെ അരഭാഗം എടുത്താൽ മതിയാകും. ആ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഈ മസാലയുടെ കൂടെയൊക്കെ യോജിച്ച് നന്നായിട്ട് ഇരിക്കണം. അപ്പം അതുപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ഈ മസാലപ്പൊടികൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ടൊമാറ്റോ ഇടുകയാണെങ്കിൽ ടൊമാറ്റോ പെട്ടെന്ന് വേഗമില്ല. അതുപോലെ തന്നെയല്ല നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് വരില്ല. സോ ഏതൊരു പ്രിപ്പറേഷനിലും ഞാൻ എല്ലാ റെസിപ്പീസിലും പറയുന്ന പോലെ നിങ്ങൾ എല്ലാ മസാലയും നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് തക്കാളി എല്ലാം മസാലയിൽ യോജിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് കടല ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിനുശേഷം ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കടല പ്രഷർ കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മൾ ഉപ്പ് ചേർത്താൽ സാരില്ല. കാരണം സാധാരണ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താൽ വേവില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ പ്രഷർ കുക്കറിലായതുകൊണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചുകൊണ്ട് സാരമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 7 വിസിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള കടല അനുസരിച്ചായിരിക്കും ഈ വിസിലിൻ്റെ കുക്കിംഗ് ടൈം മാറുന്നത്. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന കടലയാണിത് വേവിച്ച്. അപ്പോൾ അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടല വേവിച്ച് കഴിയുമ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ഉള്ള വെള്ളം വറ്റിച്ചെടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി പോലെ അല്ലല്ലോ ഡ്രൈ ആയിട്ട് വേണ്ടത്. അപ്പോൾ വെള്ളം കളഞ്ഞിട്ട് കടല മാത്രം എടുക്കുവാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടും, അതുപോലെ തന്നെ ആ ടേസ്റ്റും കുറയും. അതുകൊണ്ടാണ് ഞാൻ കടല വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കാൻ പറയുന്നത്. പക്ഷെ വെള്ളം കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ സാരില്ല, അതിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഗ്രേവി ഒന്നും അല്ലെങ്കിൽ പോലും ചപ്പാത്തിയുടെ കൂടെയും പൂരി, ബ്രെഡ്, ഈവൻ ചോറിൻ്റെ കൂടെയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അഭിപ്രായം പറയാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ കൂടെ എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.